महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. നമസ്കാരം. ഇന്നു മുതൽ നമ്മുടെ ഇതിഹാസമായിട്ടുള്ള മഹാഭാരതം ഗദ്യരൂപത്തിലുള്ള പാഠം ആരംഭിക്കുകയാണ്. മഹാഭാരതം എന്നത് വേദവ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ട ഒരു മഹാത്ഭുതമാണ് എന്ന് പറയാതെ വയ്യ. 1,20,000 ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പറയുന്നത് മഹത്വാത് ഭാരവത്വാത് ച മഹാഭാരതം ഉച്യതേ. ഇതിന്റെ മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും ഇങ്ങനെയൊരു സൃഷ്ടി ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയും ഇല്ല. ഇത് വെറും ഒരു പാണ്ഡവരുടെയോ കൗരവരുടെയോ കഥ മാത്രമല്ല. നമ്മളൊക്കെ അങ്ങനെയാണ് കേട്ട് പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്ത് ഇവരുടെ കഥയെ മുൻനിർത്തിക്കൊണ്ട് വ്യാസഭഗവാൻ ഈ ലോകത്തിലെ സാധാരണക്കാർക്ക് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സാരം, ആ സാരമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. കാരണം ഒരു കാലം വരെ ബ്രാഹ്മണർക്ക് മാത്രം വിധിക്കപ്പെട്ട വേദ ഉപനിഷത്ത് പഠനങ്ങൾ, അതിലൂടെ അവർക്ക് മാത്രം കിട്ടിയ അറിവുകൾ, അത് സാധാരണക്കാർക്കും കിട്ടണം എന്ന് വേദവ്യാസ മഹർഷി ആഗ്രഹിച്ചു. അങ്ങനെയാണ് അദ്ദേഹം മഹാഭാരത രചന ആരംഭിച്ചത്. മഹാഭാരതവും രാമായണവും ഒക്കെ ഇതിഹാസം എന്നാണ് പറയപ്പെടുന്നത്. ഇതി ഇഹ ആസം, ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഒരു ചരിത്ര കഥ തന്നെയാണ് ഇവിടെ പറയുന്നത്, ഇതിലൂടെ പറയുന്നത് എന്നാണ് ആ വാക്കിന് അർത്ഥം. അത് മാത്രമല്ല, രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും അതിന്റെ പ്രസക്തി, അല്ലെങ്കിൽ മഹാഭാരതവും രാമായണവും ഒക്കെ ശരിക്കും ഇവിടെ ഉണ്ടായതാണോ എന്നതിന്റെ തെളിവ് ഇത് രചിച്ച രണ്ടുപേരും ഈ കഥയിലെ കഥാപാത്രങ്ങളാണ് എന്നാണ്, അല്ലെങ്കിൽ ചരിത്ര ആഖ്യാനം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതിലെ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിൽ തന്നെ വാൽമീകി മഹർഷി ഇടക്ക് മാത്രമാണ് രാമായണത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്കിൽ മഹാഭാരതം എന്നത് വേദവ്യാസ മഹർഷിയുടെ സ്വന്തം വംശപരമ്പരയുടെ കഥയാണ്. കാരണം വേദവ്യാസ മഹർഷിയുടെ മക്കളാണ് ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ. ഇതിൽ തന്നെ പ്രധാനമായും ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കളായ കൗരവരുടെയും പാണ്ഡവരുടെയും കഥയാണ് മഹാഭാരതം. ഈ മഹാഭാരതത്തിൽ പലയിടത്തായിട്ട് വ്യാസഭഗവാൻ പല നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ എഴുതിയ ആ ഗ്രന്ഥകാരൻ തന്നെ ആ ചരിത്ര ആഖ്യാനത്തിന്റെ ഭാഗമാണ് എന്ന് വരുമ്പോൾ മഹാഭാരതം യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകളുടെ കഥയാണ്, അല്ലെങ്കിൽ ചരിത്രമാണ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. വേദവ്യാസ മഹർഷി മഹാഭാരതത്തിന് കൊടുത്ത ഒരു പരസ്യവാചകം എന്ന് വേണമെങ്കിൽ പറയാം. യതിഹാസ്തി
തദന്യത്ര എന്നേഹാസ്തി ന തത് ക്വചിത് യത് ഇഹ അസ്തി. ഈ മഹാഭാരതത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് മറ്റൊരിടത്ത്, തത് അന്യത്ര, മറ്റൊരിടത്ത് നിങ്ങൾക്ക് കണ്ടേക്കാം. പക്ഷേ യത് ന ഇഹ അസ്തി, ഈ മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും മറ്റൊരിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇന്നത്തെ സാങ്കേതിക വിദ്യയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന്. കാരണം ഇതിൽ പറയാത്തതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരിടത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞു, പാണ്ഡവരുടെയും കൗരവരുടെയും കഥയെ മുൻനിർത്തിക്കൊണ്ട് വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, അർത്ഥശാസ്ത്രം, ധർമ്മശാസ്ത്രം, ഇങ്ങനെ എന്തൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ അറിയണമോ അതെല്ലാം പല ഉപാഖ്യാനങ്ങളിലായിട്ട്, പല ഉപദേശങ്ങളിലായിട്ട് ഈ മഹാഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വർണ്ണിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പാണ്ഡവരുടെയും കൗരവരുടെയും കഥ ഒരു നിമിത്തം മാത്രമാണ്. ഇതിലൂടെ വ്യാസഭഗവാൻ സാധാരണക്കാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അർത്ഥശാസ്ത്രം, ധർമ്മശാസ്ത്രം, ഇങ്ങനെയുള്ള ഒരുപാട് സാധാരണക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമാക്കിക്കൊണ്ടുള്ള ഒരു രചന, അത് ഈ ഭൂമണ്ഡലത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. അത്ര ഉറപ്പോടുകൂടിയാണ് വേദവ്യാസ മഹർഷി ഇത് പറയുന്നത്. മഹാഭാരതം പ്രസക്തമാകുന്നത് അതിലെ വേദ ഉപനിഷത്ത് പാഠങ്ങളും അതിന്റെ സാരവും ധർമ്മശാസ്ത്രവും ഒക്കെയാണെന്ന് പറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ മഹാഭാരതത്തിന്റെ ഒത്ത നടുക്കെന്നതുപോലെ വരുന്ന ഭഗവത്ഗീത. പിന്നീട് യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇതിന്റെ ഒരു തുടർച്ച എന്നതുപോലെ വരുന്ന ഉപദേശാമൃതമാണ് അനുഗീത. അതുപോലെ തന്നെ ധൃതരാഷ്ട്രർക്ക് വിതുരർ കൊടുക്കുന്ന ഉപദേശമായ വിതുരനീതി. അതുപോലെ യുധിഷ്ഠിരനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് യക്ഷൻ ഒരു കൊക്കിന്റെ രൂപത്തിൽ വന്ന് ചോദിക്കുന്ന യക്ഷപ്രശ്നം, സനസുജാതീയം, വ്യാധഗീത, ഇങ്ങനെ ഒരുപാട് ധർമ്മോപദേശങ്ങൾ, ഉപനിഷത്ത് സാരം തന്നെയായിരിക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ ഉൾക്കൊണ്ട ഒരു മഹാകാവ്യമാണ്, ആഖ്യാനമാണ് മഹാഭാരതം. അതിനൊക്കെ അപ്പുറത്ത് എല്ലാറ്റിനും പരമമായ ലക്ഷ്യം, എല്ലാറ്റിലും വെച്ച് പരമമായ ലക്ഷ്യം എന്നത് ഭക്തിമാർഗമാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ഇവയും മഹാഭാരതത്തിന്റെ സംഭാവനകളാണ്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകും എന്തുകൊണ്ട് വേദവ്യാസ മഹർഷി പറഞ്ഞു, മഹത്വാത് ഭാരവത്വാത് ച മഹാഭാരതം ഇതി ഉച്യതേ. അത്രയും ഭാരമുള്ളത് എന്ന് വെച്ചാൽ ഗുരുത്വമുള്ളതാണ്. ഇതൊന്നു മാത്രം പഠിച്ചാൽ മതി, പക്ഷെ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. ഇതിലെ ഓരോ ഉപദേശങ്ങളും നമ്മൾ മനസ്സുകൊണ്ട് മനനം ചെയ്ത് അത് ജീവിതത്തിൽ പകർത്തണം. അതിൽ ഏറ്റവും പ്രധാനം ഭഗവത്ഗീത തന്നെയാണ്. അതുപോലെ മഹാഭാരതത്തെ നമ്മളൊരു സിനിമ പോലെ കാണുകയാണെങ്കിൽ ഇടവേളയ്ക്ക് തൊട്ടു മുൻപ് രംഗപ്രവേശം ചെയ്യുന്ന ദിവ്യാവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. ശ്രീ മഹാഭാഗവതത്തിലാണ് ഭഗവാന്റെ കഥകൾ കൂടുതലായി വരുന്നത് എങ്കിൽ പോലും മഹാഭാഗവതത്തിൽ ലോല സ്വഭാവമുള്ള ഭഗവാനെയാണ്, കൃഷ്ണനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ മഹാഭാരതത്തിൽ ഭഗവാൻ വീരഭാവത്തിലാണ്. സത്യത്തിൽ ശരിക്കും നമ്മൾ ആരാധിച്ചു പോകുന്ന ഒരു വീരഭാവമാണ് ഭഗവാൻ രംഗപ്രവേശം ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് മഹാഭാരതത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മഹാഭാരതത്തിലെ കൃഷ്ണനെയാണ്. ഒരു ഗുരുവായി,
അതേസമയം അർജുനനോടും ദ്രൗപദിയോടും ഒക്കെ കാണിക്കുന്ന ആ ഒരു സൗഹൃദം, സാഹോദര്യം, അതുപോലെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് നമുക്ക് അനുഭവപ്പെടുക മഹാഭാരതത്തിലെ കൃഷ്ണനെയാണ്. പാണ്ഡവരുടെ ജയത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഭഗവാന്റെ ആ വീരശൂര പരാക്രമം നമ്മെ പുളകം കൊള്ളിക്കും. അതൊക്കെ അത്രയും വിശദമായിട്ട് അറിയുമ്പോഴാണ് ശരിക്കും ഭഗവാന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാഗവതം മാത്രം നമ്മൾ പഠിക്കുമ്പോൾ ഭഗവാനെ തീർച്ചയായിട്ടും ആ ഭക്തിഭാവത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനും ഒക്കെ സാധിക്കുമെങ്കിലും മഹാഭാരതവും കൂടെ ഉൾക്കൊള്ളുമ്പോഴാണ് ഭഗവാന്റെ ആ ഗാംഭീര്യം നമുക്ക് മനസ്സിലാകുന്നത്. 4 വേദങ്ങളുടെയും സാരമാണ് മഹാഭാരതം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിന്റെ മറ്റൊരു പേരാണ് പഞ്ചമവേദം. 5ാമത്തെ വേദമായി കണക്കാക്കുന്നു മഹാഭാരതത്തെ. പൊതുവെ പുരാണ കഥകളൊക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാം, എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കുന്നത് സൂതനാണ്. ഈ സൂതവംശം എന്നത് ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടായ മക്കളാണ് സൂതന്മാർ. അവരുടെ ആ വംശ പരമ്പരയാണ് സൂതവംശം. അതുകൊണ്ട് ഒരു ക്ഷത്രിയനെ പോലെ യുദ്ധാദി കാര്യങ്ങളിലൊന്നും അവർ ഏർപ്പെടുകയും ഇല്ല. അതേസമയം ഒരു ബ്രാഹ്മണന് കിട്ടുന്ന എല്ലാ വിധത്തിലുള്ള ആ അംഗീകാരവും അവർക്ക് ലഭിക്കുകയില്ല. എന്നാൽ അവർ ജ്ഞാനികളായിരിക്കും. ഇത്തരത്തിലുള്ള പുരാണ കഥകൾ പറയാൻ നിയോഗിക്കപ്പെട്ടവരാണ് സൂതന്മാർ. ഇങ്ങനെയുള്ള സൂതന്മാരാണ് പല സത്രങ്ങളിലും വെച്ച് പുരാണ കഥകൾ പറയുന്നത്. ഇങ്ങനെ കഥ പറയുന്നതിൽ പ്രസിദ്ധനായിരുന്ന ലോമഹർഷണൻ വ്യാസഭഗവാന്റെ ശിഷ്യൻ തന്നെയാണ്. ഈ ലോമഹർഷണന്റെ മകനായ ഉഗ്രശ്രവസ് ഒരിക്കൽ നൈമിഷാരണ്യത്തിൽ വെച്ച് നടക്കുന്ന ഒരു സത്രത്തിലേക്ക് കയറി ചെന്നു. അവിടെ ശൗനകാദികളൊക്കെയാണ് അവിടെ ആ സത്രത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ സത്രത്തിന്റെ ഇടവേളകളിൽ കഥകൾ പറയുക, പുരാണ കഥകൾ പറയുക എന്നത് ഒരു നിത്യസംഭവമാണ്. ആ സമയത്ത് അങ്ങനെയൊക്കെയാണ് അവിടെ അവർ സമയം കഴിച്ചു കൂട്ടുന്നത്. കാരണം സത്രത്തിനിടയിൽ ഒരുപാട് ഒഴിവ് സമയങ്ങൾ വരുമ്പോൾ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാതെ ഇത്തരത്തിലുള്ള കഥകൾ പറയുകയാണ് ചെയ്യാറ്. അപ്പോഴാണ് ഇങ്ങനെ സൂതന്മാർ അവിടെ എഴുന്നള്ളിയിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ നൈമിഷാരണ്യത്തിൽ വെച്ച് നടക്കുന്ന ഈ മഹാസത്രത്തിലേക്ക് ഉഗ്രശ്രവസ് എന്ന ആ സൂതൻ വന്നപ്പോൾ ശൗനകാദികൾ ചോദിച്ചത്, അങ്ങിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇപ്പോൾ വരുന്നത് ജനമേജയൻ നടത്തിക്കൊണ്ടിരുന്ന സർപ്പസത്രത്തിന്റെ ആ യാഗഭൂമിയിൽ നിന്നാണ്. ഇങ്ങനെ ആ യാഗഭൂമിയിൽ വെച്ച്, ഈ സർപ്പസത്രം നടക്കുന്ന യാഗഭൂമിയിൽ വെച്ച് വ്യാസഭഗവാന്റെ ശിഷ്യനായ വൈശംപായനൻ പറഞ്ഞുകൊടുത്ത കഥയാണ് മഹാഭാരത കഥ. ആ മഹാഭാരത കഥയെ ഇവിടെ ഉഗ്രശ്രവസ് എന്ന സൂതൻ ശൗനകാദികൾക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് മഹാഭാരതം ആരംഭിക്കുന്നത്. മഹാഭാരത യുദ്ധം നടക്കുന്നത് ദ്വാപര കലി സന്ധിയിലാണ്. ഇതിനും വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാസഭഗവാൻ മഹാഭാരതം രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ആ സാരം എങ്ങനെ ലഭിക്കും എന്നോർത്തപ്പോൾ വേദവ്യാസ മഹർഷിയുടെ മനസ്സിലുണ്ടായ ആശയമാണ് ഇതിന്റെ എല്ലാറ്റിൻ്റെയും സാരം ഉൾക്കൊള്ളുന്ന ഒരുപാട് ഉപദേശങ്ങളും കൂടെ ചേർത്തുകൊണ്ട്, എന്നാൽ വെറുതെ ഉപദേശം കൊടുത്താൽ ആരും കേൾക്കുകയില്ല. അതുകൊണ്ട് അതിനിടയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാത്തരം വികാര വിക്ഷോഭങ്ങളും ഉൾക്കൊള്ളുന്ന കൗരവരുടെയും പാണ്ഡവരുടെയും കഥ കൂടെ പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കാം എന്ന് അദ്ദേഹം മനസ്സിൽ കണക്കുകൂട്ടി. എന്നാൽ ഋഷിമാർ പൊതുവെ എഴുതി വെക്കാറില്ല.
എന്നാൽ ഇത് എഴുതപ്പെടണം, വരാനിരിക്കുന്ന കലികാലത്ത് ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടണം എന്ന ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട്, എന്നാൽ ഇത്രയും ബൃഹത്തായ ഒരു ഗ്രന്ഥം ആര് എഴുതി തീർക്കും, ആരെഴുതി തരും? കാരണം അപ്പോൾ പറയുന്നത് എഴുതിയെടുക്കണം. അങ്ങനെ ഒരു വിഷമസന്ധിയിൽ ഇരിക്കുന്ന സമയത്താണ് അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത്. ബ്രഹ്മാവിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് നിർദ്ദേശിച്ചത് സാക്ഷാൽ ഗണപതിയെയാണ്. അങ്ങനെ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഗണപതി അവിടെ എത്തുകയും വ്യാസഭഗവാനെ വന്ദിച്ചുകൊണ്ട് എഴുതാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഗണപതി ഭഗവാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതായത്, ഞാൻ എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുകയേയില്ല. അതുകൊണ്ട് അങ്ങ് അത്രയും വേഗതയിൽ ഒരു തരത്തിലും ഒരു ഇടവേള വരാതെ അങ്ങ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വ്യാസഭഗവാൻ മറ്റൊരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചു. അതായത്, ഞാൻ തുടർച്ചയായിട്ട് പറയും, പക്ഷേ ഞാൻ പറയുന്ന ശ്ലോകങ്ങളുടെയൊക്കെ ഗൂഢാർത്ഥം പോലും മനസ്സിലാക്കിയിട്ടേ അത് എഴുതാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഇത് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ വ്യാസഭഗവാന് കൂടുതൽ ചിന്തിക്കാൻ സമയം വേണം എന്ന് തോന്നുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യം, പൊതുവെ മഹാഭാരതത്തിലെ ശ്ലോകങ്ങളൊക്കെ വളരെ സരളമായിട്ട് മനസ്സിലാക്കാവുന്ന സംസ്കൃത ഭാഷയിലാണ്. എന്നാൽ അദ്ദേഹത്തിന് കൂടുതൽ ചിന്തിക്കാൻ സമയം വേണം എന്ന് തോന്നുമ്പോൾ കൂടുതൽ ഗൂഢാർത്ഥമൊക്കെ ഒളിപ്പിച്ചു വെച്ച ചില ശ്ലോകങ്ങൾ ചൊല്ലും. അപ്പോൾ സ്വാഭാവികമായും ഗണപതി ഭഗവാൻ ഇതിന്റെ അർത്ഥം എന്താണ് എന്നൊന്ന് ചിന്തിക്കാൻ ഇത്തിരി സമയമെടുക്കും. ആ സമയം കൊണ്ട് അടുത്ത ശ്ലോകങ്ങളും അദ്ദേഹം മനസ്സിൽ ചിന്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് 1,20,000 ശ്ലോകങ്ങൾ ഉള്ള മഹാഭാരതം രചിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഇത്രയും വിശിഷ്ടമായ മഹാഭാരതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വളരെ വിശദമായ രീതിയിൽ കേൾക്കാൻ സാധിക്കുക എന്നത് അത്രയും പുണ്യമാണ് എന്ന് പറയപ്പെടുന്നു. ഈ മഹാഭാരതം മലയാളത്തിലേക്ക് പദ്യരൂപത്തിൽ തർജ്ജമ ചെയ്തത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അതുപോലെ ഇത് മുഴുവനായും പദാനുപദം ഗദ്യരൂപത്തിൽ വിവർത്തനം ചെയ്തത് ശ്രീ പ്രകാശം എന്ന മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹം ഇങ്ങനെ വിവർത്തനം ചെയ്ത ഈ ഗദ്യം ഇന്ന് പുസ്തക രൂപത്തിൽ കിട്ടാനുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് ഫ്രീ ആയിട്ട് PDF രൂപത്തിൽ ലഭ്യമാണ്. വിശദമായ വായന, ക്ഷമയോടെ വായിക്കാൻ പറ്റുന്നവർക്ക് ഈ ഒരു ഗ്രന്ഥം, ഈ ഒരു PDF രൂപത്തിലുള്ള ഗ്രന്ഥം വളരെയധികം പ്രയോജനപ്പെടും. ഇതിൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഒഴിവാക്കിക്കൊണ്ട്, എന്നാൽ നമുക്ക് പ്രയോജനപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആഖ്യാന രീതി ആണ് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കാൻ നിങ്ങളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ മഹാഭാരത യജ്ഞം നമുക്ക് ആരംഭിക്കാം. നന്ദി, നമസ്കാരം. മഹാഭാരതം മഹാ